കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 4, 5, 6 വേദഭാഗങ്ങളാണ് പ്രാരംഭമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 Corinthians chapter 8 verse 4, 5 and 6. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ഇത് ഞാൻ ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കട്ടെ. Chapter 8 verse 4 onwards. As concerning therefore the eating of those things that are offered in sacrifice unto idols, we know that an idol is nothing in the world, and that there is none other God but one. Verse 5. For though there be that are called gods, whether in heaven or in earth, as there be gods many and lords many. Verse 6. But to us there is but one God, the Father, of whom are all things, and we in him, and one Lord Jesus Christ, by whom are all things, and we by him. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. സ്വർഗീയ പിതാവേ, അടിയങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹീതമായ കർത്തൃദിവസം അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടെ ദാനമായി നൽകിയതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾക്ക് സഭയായിട്ട് ചേർന്ന് അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അവിടുന്ന് ആക്കി തന്ന ഓർമ്മയുടെ ചിഹ്നങ്ങളോട് കൂടെ ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതിനായിട്ട് നന്ദിയുടെ സ്തോത്രം. തുടർന്ന് കർത്താവെ, അടിയങ്ങൾ വായിച്ചു കേട്ട വേദഭാഗത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം. അതിലൂടെ കർത്താവെ, അടിയങ്ങൾ എന്താണോ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് അടിയങ്ങൾ കർത്താവെ അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ, കർത്താവെ ആത്മീയമായിട്ട് അടിയങ്ങൾ മുന്നേറുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. നാം ഈ വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ പശ്ചാത്തലം അത് നമുക്ക് ഏവർക്കും വളരെ സുപരിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. അവിടെ പറയുന്നത് വിഗ്രഹാർപ്പിതത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുവാനായിട്ട് ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചില ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൊരിന്തിലെ വിശ്വാസികൾ അവർ മനസ്സിലാക്കണം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ പ്രേരണയാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് അല്പസമയത്തിനുള്ളിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നാമും നമ്മുടെ കുഞ്ഞുങ്ങളും ആയിരിക്കുന്നത് വളരെയധികം ജാതികൾ തിങ്ങിപ്പാർക്കുന്ന അതിൻ്റെ മധ്യത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നാം ആണെങ്കിലും നാം ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുന്നവർ, അവരുടെയൊക്കെയും അനേകം ദൈവങ്ങൾ, അങ്ങനെയുള്ളവരെ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നാമും ഈ സമൂഹത്തിൽ ആയിരിക്കുന്നത്. എന്നാൽ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. എന്താണ് സത്യം, എവിടെയാണ് സത്യം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ ഒരുപക്ഷെ വഴിതെറ്റി പോകുവാൻ വളരെയധികം സാഹചര്യങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. വളരെയധികം ദൈവകൃപയും അതിനോടുള്ള ബന്ധത്തിൽ ആവശ്യം ആയിരിക്കുന്നു. ഈ ഒരു വേദഭാഗത്ത് നാം വിഗ്രഹാർപ്പിതത്തോടുള്ള ബന്ധത്തിലാണ് നാം കാണുന്നത്. വിഗ്രഹത്തിനർപ്പിച്ച ഒരു ഭക്ഷണ പദാർത്ഥം അത് നമ്മൾക്ക് കഴിക്കാമോ പാടില്ലയോ? അതിപ്പോഴും നമുക്ക് വളരെയധികം ഡിബേറ്റുകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന വിഷയങ്ങളാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിഗ്രഹാർപ്പിതങ്ങൾ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ.
പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആരാണ് നമ്മുടെ ദൈവം? അവൻ ഏക ദൈവമാണ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. രണ്ടാമതായിട്ട് തുടർന്ന് അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. രണ്ടാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പിതാവായ ഏക ദൈവം നമുക്കുള്ളതുപോലെ നമുക്ക് ഏക കർത്താവുണ്ട്, യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ന്യായമായിട്ടൊരു സംശയം വരാം, ഏക ദൈവമാണ്, ഏക കർത്താവാണ്, ഇതെങ്ങനെ ഏക ദൈവമാകും? ഏക ദൈവമുണ്ട്, ഏക കർത്താവുണ്ട്, എങ്ങനെ ഇത് ഏക ദൈവമാകും? അത് നമുക്ക് വിവരിക്കുവാനായിട്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തൃത്വം എന്നുള്ള ഒരു ആശയമാണ്. ദൈവം ഏകനാണെങ്കിലും ദൈവത്തിലുള്ള 3 ആളത്വങ്ങളാണ്. പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം. അവിടെ 3 ദൈവങ്ങളല്ല, മറിച്ച് ഏക ദൈവമാണ്. ഈ ഭൂമിയെ സകലത്തെയും സൃഷ്ടിച്ച ഏക ദൈവമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ അനേക ദൈവങ്ങളല്ല. നമുക്കറിയാം, നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ അങ്ങനെയുള്ള ആശയങ്ങളും അങ്ങനെയുള്ള ദൈവങ്ങളും ആകാശത്തിലും ഭൂമിയിലും അങ്ങനെയുള്ള അനേകം ദേവന്മാരെയും ദേവതകളെയും ഒക്കെ നമ്മുടെ ചുറ്റിലും ആയിരിക്കുമ്പോൾ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഏക ദൈവമേ നമുക്കുള്ളൂ, ഏക കർത്താവേ നമുക്കുള്ളൂ. ഏക ദൈവമാണ് അവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ. കർത്താവാണ് നമുക്ക് രക്ഷ ഒരുക്കിയവൻ. ഏക ദൈവമാണ് എന്നുള്ളത് നാം എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കും. പഴയ നിയമത്തിലേക്ക് കടന്നു പോയാലും നമുക്കറിയാം, ഇസ്രായേലെ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നടത്തുന്നവനും ഞാൻ ഏകൻ തന്നെ എന്ന് ദൈവം പല പ്രാവശ്യം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഏക ദൈവം, ഏക കർത്താവ്. ഇനി ഏക ദൈവത്തിന്റെ 1-2 പ്രത്യേകതകൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു പോകാം. പിതാവായ ഏക ദൈവം, ആ ദൈവം ഏകനാണ്. ആ ദൈവം പിതാവ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിതാവ് എന്ന് പറഞ്ഞാൽ എല്ലാം തരുന്നവൻ, ഈസ് എ സോഴ്സ് ഓഫ് എവറിത്തിങ്, എല്ലാം നൽകുന്നവനായിട്ടുള്ള ദൈവം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പിതാവായ ഏക ദൈവം. ഒരു കുടുംബത്തിലെ പിതാവ് ഏത് നിലയിൽ ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നോ, ആ നിലയിൽ സകലരുടെയും ആവശ്യങ്ങൾ നൽകുന്ന ഒരു ദൈവം, പിതാവായ ഏക ദൈവം. 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവിടെ ഏക ദൈവത്തിന്റെ അടുത്ത 2 പ്രത്യേകതകൾ പറയുകയാണ്. അവൻ സകലത്തിനും കാരണഭൂതൻ. ആരെയാണോ സകലത്തിനും കാരണഭൂതൻ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, അവനാണ് ആ ഏക ദൈവം. സകലത്തിനും, ഇവിടെ നമുക്ക് എന്തെല്ലാം നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുവാനായിട്ട് സാധിക്കുമോ, നമുക്ക് എന്തെല്ലാം ചിന്തിക്കുവാനായിട്ട് സാധിക്കുമോ, എല്ലാത്തിനും കാരണഭൂതൻ ആ ഒരേ ഒരു ദൈവമാണ്. എന്നാൽ ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്നതൊന്നും അങ്ങനെ ആയിരിക്കില്ല. എന്നാൽ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കണം, സകലത്തിനും കാരണഭൂതൻ ഈ ഏക ദൈവമാണ്. ഏക ദൈവമാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ. ഏക ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ഏക ദൈവമാണ് സകലത്തിനും കാരണഭൂതൻ. ഹി ഈസ് ദ സോഴ്സ്. അവനാണ് സകലത്തിനും കാരണഭൂതനായവൻ. രണ്ടാമത് അവിടെ ഏകദൈവത്തിന്റെ പ്രത്യേകത പറയുന്നത്, ആ ദൈവത്തിന്റെ പ്രത്യേകതയല്ല, നാം അതിന്റെ പ്രതികരണമാണ് പറയുന്നത്. നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. പിതാവായ ദൈവം അവൻ ഏകനാണ്, അവൻ സകലത്തിനും കാരണഭൂതനാണ്. അതിനുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? നാം അവനായി ജീവിക്കേണ്ടതാകുന്നു. നാം ആ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. നാം മനുഷ്യരായ നാം എന്തിനെങ്കിലും വേണ്ടി ജീവിക്കേണ്ടവരല്ല, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല. നമ്മുടെ ആ ലക്ഷ്യം എന്നുള്ളത് ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഏക കർത്താവിനോട് ബന്ധത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഏക കർത്താവ് ആരാണ്? ആ ഏക കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്ന ഏക കർത്താവ്. നമ്മുടെ കർത്തൃത്വം, നമ്മുടെ ലോർഡ്, ഹൂ ഈസ് അവർ ലോർഡ്, നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് ആരാണ്? നാം ആണോ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്? അങ്ങനെ ആയിരിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് നമ്മുടെ കർത്താവായിരിക്കണം. നമ്മുടെ കർത്താവ് അവൻ ഏകനാണ്. ഏക കർത്താവേ നമുക്കുള്ളൂ. അതാരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. യേശുക്രിസ്തു ദൈവമാണോ? അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തുടർന്ന് വ്യക്തമാക്കുന്നു, അവൻ മുഖാന്തരം സകലവും ഉളവായി. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. യേശുക്രിസ്തു ദൈവമാണ്. കാരണം പിതാവായ ദൈവം സകലത്തിന് കാരണഭൂതനായതുപോലെ കർത്താവായ യേശുക്രിസ്തുവും സകലത്തിന് കാരണഭൂതനാണ്. മാത്രമല്ല അവൻ മുഖാന്തരമാണ്
സകലവും ആകുന്നത്. അവിടെ ഇംഗ്ലീഷിൽ നാം നോക്കിയാൽ 2 ചെറിയ വേർഡ്സ് ആണ് ഇതിനോട് ബന്ധത്തിൽ നാം കാണുന്നത്. പിതാവായ ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ നാം കാണുന്നത് ഇംഗ്ലീഷിൽ നാം വായിച്ചു, but to us there is but one God, the Father, of whom. 2 ആൽഫബറ്റ് ഉള്ള ഒരു വേർഡ്, of whom. ഇനിയും കർത്താവായ യേശുക്രിസ്തുവിനോട് ബന്ധത്തിൽ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക, one Lord Jesus Christ, by whom, of whom and by whom. പിതാവായ ദൈവത്തോട് ബന്ധത്തിൽ പറയുന്നത് അവനിൽ നിന്നാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്നത് അവനാൽ, by him, അവനാലാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ്. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസ് ഒരു പടി കൂടെ കടന്ന് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പറയുന്നത് അവൻ മുഖാന്തരം സകലവും എന്ന് മാത്രമല്ല, അവൻ മുഖാന്തരം നാമുമാകുന്നു. വിശ്വാസികളെ, നിങ്ങളെ ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ആകുന്നത് എന്ത് മുഖാന്തരമാണ്? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മാത്രമാണ് നാം ആയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി വഴി ഒരുക്കിയത് കൊണ്ട് മാത്രമാണ് നാം ആകുന്നത് എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നാം ചിന്തിച്ചായിട്ടുള്ള 2 വിഷയങ്ങൾ, ദൈവം ഏകനാണ്, പിതാവായ ദൈവം, അവൻ ഏകദൈവം. ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? സകലത്തിനും കാരണഭൂതൻ അവനാണ്, അവനാലാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. നാം അവനായി ജീവിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ കർത്താവ് ഏകദൈവം, തൃത്വത്തിൽ രണ്ടാമനായ കർത്താവായ യേശുക്രിസ്തു എന്ന ഏക കർത്താവ്, അവൻ മുഖാന്തരം സകലവും, by him were all things and we are for him. നാം അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. മാത്രമല്ല യേശുക്രിസ്തു മുഖാന്തരം നാമും ആകുന്നു. ഇതേ ആശയം പറയുന്ന മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായം. അവിടെയും ഇതേ ആശയം തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവിടെ ക്രോഡീകരിച്ച് പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. റോമാലേഖനം 11-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 36. റോമാലേഖനം 11-ാം അധ്യായം, അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം. നമുക്കറിയാം റോമാലേഖനത്തിൽ ആ ഒരു തിയോളജിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അതിനുശേഷം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് 12-ാം അധ്യായം മുതൽ പറയുന്നത്. 11-ാം അധ്യായം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നത് ഇതാണ്, സകലവും, അവിടെയുള്ള വാക്കുകളും ശ്രദ്ധിക്കുക, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം, ആമേൻ. അവിടെ 3 വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 വാക്കുകൾ അവനിൽ നിന്നും, സകലവും അവനിൽ നിന്നും, രണ്ടാമത് അവനാലും, മൂന്നാമത് അവങ്കലേക്കും ആകുന്നുവല്ലോ. അത് ഇംഗ്ലീഷിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, ഫോർ ഓഫ് ഹിം and through him and to him are all things, to whom be glory forever, amen. For of him, through him or by him, നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ through him നെ by him എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. of him, by him and to him. ഈ 3 കാര്യങ്ങൾ അല്പമായിട്ട് പറഞ്ഞ് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം, അവനിൽ നിന്നാണ് സകലവും ഉരുവായത്. അവനാണ് സകലത്തിന്റെയും ആരംഭം എന്നുള്ളത്. രണ്ടാമത് നാം കാണുന്നത് അവനാലും, ഇറ്റ് ഈസ് ബൈ ഹിം all things are happening. അവനാൽ, by him. മൂന്നാമതായിട്ട് അവങ്കലേക്ക്, to him all things are happening. So one is of him. നിങ്ങൾ ബാക്കി എല്ലാം പറഞ്ഞാലും ഈ 3 ചെറിയ വാക്കുകളൊന്ന് ഓർക്കുക, of, by and to. Of him, by him and to him. Of him says what is the source, എന്താണ് അതിന്റെ ഉത്ഭവം എന്നുള്ളതാണ് of എന്ന് പറയുന്നത്. of him, ആരിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ദൈവത്തിൽ നിന്നാണ് സകലവും ആരംഭിച്ചത്. സകലത്തിന്റെയും ആരംഭം, സകലത്തെയും സൃഷ്ടിച്ചവൻ മാത്രമല്ല, സൃഷ്ടിക്കാമെന്നുള്ള ചിന്ത പോലും ആരംഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. സകലത്തിന്റെയും ആരംഭം, ഇറ്റ് ഈസ് ഓഫ് God, ദൈവത്തിൽ നിന്നാണ് സകലവും ആരംഭിച്ചത്. രണ്ടാമതായിട്ട് by him, അവൻ മുഖാന്തരം. അവിടെ അവനാണ് കാര്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനാണ് ചിന്തിച്ച കാര്യങ്ങൾ അത് നിറപടിയായിട്ട് നിവർത്തിക്കുന്നത് അവനാണ്. നിവർത്തിക്കുക മാത്രമല്ല, നമ്മോട് ബന്ധത്തിൽ എല്ലാം നിയന്ത്രിക്കുന്നവനും അവനാണ്.
പലപ്പോഴും ലോകത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്നിട്ടിപ്പോൾ ദൈവം ഉറങ്ങുകയാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവം സൃഷ്ടിച്ചവൻ മാത്രമല്ല, നമ്മുടെ ഓരോ കാര്യങ്ങളും, ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും വ്യക്തമായിട്ട് അറിയുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ ദൈവം തന്നെയാണ്. So everything is of God and it is by God. Now thirdly, എന്തിനാണ് ഇതൊക്കെയും ചെയ്യുന്നത്? It is to him alone. ദൈവത്തിന് മാത്രം മഹത്വമാണ് ഇതിലൂടെയൊക്കെയും ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും തന്നെ ഇതിൽ മഹത്വം എടുക്കുവാനായിട്ട് പാടില്ല. നാം ഒന്നും ഇതിൽ യാതൊരു ഒരു പങ്കുമില്ല. ഇതിലെല്ലാം മഹത്വവും പോകേണ്ടത് ദൈവത്തിനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നല്ലോ. Of him, by him and to him. ഇത് നമുക്ക് നമ്മുടെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലും രക്ഷയോടുള്ള ബന്ധത്തിലും മാത്രം അല്പം പെട്ടെന്ന് ചിന്തിച്ച് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അവനിൽ നിന്ന് അവനാലും അവങ്കലേക്കും. Of him, by him and to him. നാം സൃഷ്ടിയിലേക്ക് നാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടിയെ പറ്റി പറയുന്നുണ്ട്. ആ സൃഷ്ടിക്കാം എന്നുള്ള ചിന്ത അതെവിടെ നിന്നാണ് വന്നത്? ഇറ്റ് ഈസ് ഓഫ് ഹിം. ദൈവത്തിൽ നിന്നാണ് ആ സൃഷ്ടിക്കാം എന്നുള്ള ചിന്ത വന്നത്. Now ഈ സൃഷ്ടിയെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ആരാണ് ഇതിനെ പരിപാലിക്കുന്നത്? അതും ദൈവം ഒരുവൻ മാത്രമാണ്. നമുക്കറിയാം, ഈ ആകാശഗോളങ്ങളൊക്കെയും അത് അതിന്റെ സ്ഥാനത്ത് ആ ഭ്രമണപഥത്തിൽ ഇങ്ങനെ പോകുന്നത് അത് എതിർച്ചയാ പോകുന്നതല്ല, മറിച്ച് ദൈവം ഒരു ഗോളം തമ്മിൽ മുട്ടാതെ അതിനെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ 2 ഗോളങ്ങൾ തമ്മിൽ മുട്ടിയാൽ പിന്നെ നമ്മൾ ഭൂമി കാണില്ല. എന്നാൽ ഇതിനെയൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞനും എത്ര ജ്ഞാനിക്കും ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് അതൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്, ഇതിനെ സൃഷ്ടിച്ച ദൈവമാണ് എന്നുള്ളത് നാം ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ ഫസ്റ്റ് തിങ് ഈസ് ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്നാണ് സൃഷ്ടിക്കുക എന്നുള്ള ചിന്ത വന്നത്. ഇനി എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അതും ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത്. ഇറ്റ് ഈസ് ബൈ ഹിം. അവനാണ് സൃഷ്ടിച്ചത്. അതാണ് നാം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ഒക്കെയും വായിക്കുന്നത്. ദൈവമാണ് സൃഷ്ടിച്ചത്. അവനിൽ നിന്ന് ചിന്ത വന്നു എന്ന് മാത്രമല്ല, അവനാണ് പടിപടിയായിട്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. തേർഡ്ലി, എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ഈ ഭൂമിയൊക്കെ എന്തിനാണ് സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമുക്കൊന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ സാധിക്കുമോ? നമുക്കൊന്ന് നമ്മുടെ സുന്ദരമായ ഭൂമിയെ നോക്കിയാൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ സാധിക്കുമോ? ഇതിലൂടെയൊക്കെ എന്താണ് സാധിക്കേണ്ടത്? സൃഷ്ടിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. സോ ഓഫ് ഗോഡ് and by God and to God. രണ്ടാമതായിട്ട് മനുഷ്യന്റെ സൃഷ്ടി. മനുഷ്യന്റെ സൃഷ്ടി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആരാണ് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ചിന്തിച്ചത്? ഏതെങ്കിലും മനുഷ്യനാണോ വേറെ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ചിന്തിച്ചത്? അതല്ല വേറെ ഗോളത്തിലുള്ള ആരെങ്കിലും ആണോ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ചിന്തിച്ചത്? അല്ലേ അല്ല. ദൈവവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപപ്രകാരം നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. സോ ഇറ്റ് ഈസ് ഓഫ് ഗോഡ്. എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ള ചിന്ത ആദ്യമായിട്ട് വന്നത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. Now secondly, ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? Who has made the man? ആ ചിന്ത വന്നു എന്ന് മാത്രമല്ല, നമുക്കറിയാം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. It is by him God who created man. ദൈവം അവന്റെ ദൈവത്തിന്റെ മനസ്സിൽ ആ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് വന്നു മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചതും ദൈവമാണ്. മാത്രമല്ല, ആരാണ് മനുഷ്യനെ ഇന്നും നേരെ നിർത്തുമാറാക്കുന്നത്? ഇങ്ങനെയൊന്ന് നേരെ നിൽക്കണമെങ്കിൽ ഒരു ഫാക്ടറിയിലെ എത്രമാത്രം ഉപകരണങ്ങൾ ഓടുന്നു അതുപോലെ എത്രയോ ഉപകരണങ്ങൾ ഓടിയിട്ടാണ് ഇങ്ങനെയൊന്ന് മനുഷ്യൻ നിൽക്കുവാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു അവയവം പണിമുടക്കിയാൽ അറിയാം അതിന്റെ വില. അപ്പോൾ മനുഷ്യനെ നിലനിർത്തുന്നത് ആരാണ്? ദൈവം മാത്രമാണ്. ഇതൊക്കെയും അതിന്റെ ക്രമീകൃതമായ രീതിയിൽ ഓടുന്നത് എങ്ങനെയാണ്? ദൈവം നിലനിർത്തുന്നത് കൊണ്ട് മാത്രമാണ്. സോ ഇറ്റ് ഈസ് ഓഫ് ഗോഡ് ആൻഡ് ബൈ ഗോഡ്. ഇനി എന്തിനാണ് നമ്മെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്? ഇറ്റ് ഈസ് ഫോർ ഗോഡ്, ടു ഗോഡ്. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് ദൈവം സൃഷ്ടി കൊണ്ട്, മനുഷ്യന്റെ സൃഷ്ടി കൊണ്ട് ആത്യന്തികമായി ആഗ്രഹിക്കുന്ന വിഷയം. അതിനുവേണ്ടിയാണ് രക്ഷ ഒരുക്കിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനൊക്കെയും വാക്യങ്ങൾ അതിന് ബദലായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അവസാനമായിട്ട് രക്ഷയോടുള്ള ബന്ധത്തിൽ the salvation is also of God, by God
and to God. ആ രക്ഷ മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ട് പിശാചിനും അവന്റെ പ്രവൃത്തികൾക്കും ആയിപ്പോയ മനുഷ്യനെ രക്ഷിക്കണമെന്നുള്ള ചിന്ത ആർക്കാണ് ആദ്യം വന്നത്? മനുഷ്യർക്കല്ല, ദൈവത്തിനാണ് ആദ്യം വന്നത്. ഇറ്റ് ഈസ് ഓഫ് ഗോഡ്. ഇനി എങ്ങനെയാണ് അത് ചെയ്തത്? ഇറ്റ് ഈസ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബൈ ഹിം. കർത്താവ് തന്നെ അതിന് വഴിയൊരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്തിനു വേണ്ടി രക്ഷയൊരുക്കി? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജനം ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ദൈവം രക്ഷയൊരുക്കിയത്. സോ സാൽവേഷൻ ഫോർ ഹ്യൂമൻ, മനുഷ്യർക്കുള്ള രക്ഷ, ഇറ്റ് ഈസ് ഓഫ് ഗോഡ്, by God and to God. അത് കാണിക്കുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം, Hebrews chapter 2. In Hebrews chapter 2 there we can see the same phrase is repeated in Hebrews chapter 2 verse 10. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മലയാളത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. ഇവിടെ നാം ചിന്തിച്ച രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. സകലത്തിനും ലാക്കും, എല്ലാത്തിന്റെയും അവസാനം, അല്ലെങ്കിൽ എല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ സകലത്തിന്റെയും ലാക്ക് ദൈവമാണ്. രണ്ടാമത് സകലത്തിനും കാരണഭൂതൻ, ഇറ്റ് ഈസ് ഓഫ് ഗോഡ്. സകലത്തിനും കാരണഭൂതനും ആയവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. ഇംഗ്ലീഷിലൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. For it became him for whom are all things and by whom are all things, in bringing many sons unto glory, to make the captain of their salvation perfect through suffering. സകലത്തിന്റെയും ലാക്കം, സകലത്തിന്റെയും കാരണഭൂതൻ, അതായത് പിതാവായ ദൈവം, അല്ലെങ്കിൽ ദൈവം നാം ചിന്തിച്ചു എവറിത്തിങ് ഈസ് ഓഫ് ഗോഡ്. സകലത്തിന്റെയും കാരണഭൂതൻ, സകലത്തിനും ലാക്കും, എവറിത്തിങ് ഈസ് ടു ഗോഡ്, ഇറ്റ് ഈസ് ഫോർ ഗോഡ്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ എന്ത് ചെയ്തു? രക്ഷയൊരുക്കി. അവൻ തന്നെ രക്ഷയൊരുക്കി. അവൻ എങ്ങനെയാണ് രക്ഷയൊരുക്കിയതെന്നുള്ളതാണ് തുടർന്നുള്ള വാക്കുകൾ നാം കാണുന്നത്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ തക്കവണ്ണം അവൻ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ആ രക്ഷയുടെ മുഖാന്തരമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ സകലത്തിനും ആ രക്ഷയുടെ ആ ആദ്യത്തെ ചിന്ത ദൈവത്തിൻ്റെതായിരുന്നു. ഇറ്റ് ഈസ് ഓഫ് ഗോഡ് ആൻഡ് എവറിത്തിങ് ഈസ് ഫോർ ഗോഡ്. സകലത്തിൻ്റെയും ലാക്ക് അവനാണ്. മാത്രമല്ല ആ രക്ഷയുടെ വഴി ഒരുക്കിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവം തന്നെ ആ വഴി ഒരുക്കിയതായിട്ട് നാം കാണുന്നു. എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്? നാം അതിൻ്റെ തൊട്ട് താഴത്തെ 12-ാമത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു: ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുവാൻ. സഭാമധ്യയെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവനെ കീർത്തിപ്പാൻ തക്കവണ്ണമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. നമ്മുടെ ദൈവം അവൻ ആരാണ് എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരിക്കണം. കാരണം അവർ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അനേകം ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ മധ്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. എന്നാൽ അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ആരാണ് ഈ ദൈവം? സകലത്തിൻ്റെയും കാരണഭൂതനാണ് എൻ്റെ ദൈവം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകണം. അവനിൽ നിന്ന്, അവനാലും അവനെങ്കിലേക്കുമാണ് സകലവും എന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ സൃഷ്ടിക്കണമെന്ന് ചിന്തയുണ്ടായവൻ, നമ്മെ സൃഷ്ടിച്ചവൻ മാത്രമല്ല നമ്മെ നിലനിർത്തുന്നവൻ എല്ലാം അവനാണ് എന്നുള്ള, ദൈവമാണ് എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടാകണം. നാം എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്നു? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ യാതൊരു പുകഴ്ചയ്ക്കുമല്ല. മറിച്ച് നമ്മെ ദൈവം നിർത്തിയിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള ചിന്തയോടുകൂടി വേണം നാം ജീവിക്കുവാനായിട്ട്. നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും അവൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്ത അത് ദൈവത്തിൽ നിന്നാണ് എന്ന് മാത്രമല്ല, അതിനുള്ള വഴി മുഴുവനും ദൈവമാണ് ഒരുക്കിയത്. അതിൽ അല്പം പോലും മനുഷ്യന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള ചിന്താഗതി അതല്ല. നിങ്ങൾ നല്ലത് ചെയ്ത് ദൈവത്തിങ്കിലേക്ക് വരൂ, സ്വർഗം കരസ്ഥമാക്കൂ. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ രക്ഷയ്ക്കുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ മുഖാന്തരം ദൈവമാണ്. എന്തിനു വേണ്ടി ദൈവം അങ്ങനെ ചെയ്തു? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. ഇറ്റ് ഈസ് ഓഫ് ഗോഡ്, ബൈ ഗോഡ് ആൻഡ് ടു ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.